വരുന്നത്. എനിക്ക് നടക്കാൻ പറ്റില്ല. അത്രയും അവസ്ഥയിലായി. അങ്ങനെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല മോളെ, ഞാൻ വെറുതെ ഉറങ്ങാൻ കിടന്നത്. അവൾ അകത്ത് കയറി നോക്കിയപ്പോൾ അവൾ കണ്ട കാഴ്ച വേറെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചിയെ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ ചേച്ചി, എന്തുകൊണ്ട് ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ പറഞ്ഞു, മോളെ ചേച്ചിക്ക് മതി നീ ജീവിച്ചത്, ഭൂമിയിൽ വേണ്ട, എനിക്ക് പരലോകത്തേക്ക് പോവേ വേണ്ടു, എനിക്ക് ഭൂമിയിൽ ഞാൻ ജീവിക്കില്ല. അവൾ കെട്ടിപ്പിടിച്ച് കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് അവൾ പറഞ്ഞു, ചേച്ചിയെ ഞാനൊരു ക്ലാസ് കേട്ടിട്ടാണ് ഞാൻ പോവായിരുന്നു, ചേച്ചിനെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ, ദൈവം നമുക്ക് കൂടിയുണ്ടെങ്കിൽ ചേച്ചിനെ രക്ഷിക്കാൻ പറ്റുമോ നോക്കട്ടെ, ഞാനൊരു ക്ലാസ് കേട്ടിട്ടാണ് വരുന്നത്, ചേച്ചി ആ പ്രോഡക്റ്റ് ഒന്ന് കഴിച്ചു നോക്ക്. ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഒരു പ്രോഡക്റ്റും വേണ്ട, നമ്മൾ എത്ര ഡോക്ടർമാരെ കണ്ടു, ഇതുവരെ നമുക്കിതിനൊരു മോചനമില്ല, ഇനി അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഒന്നൊരു കാര്യം ചെയ്യും ചേച്ചി, അവിടെ വന്ന് ക്ലാസ് കേൾക്ക്, ഞാൻ എങ്ങനെ വരും, ഞാൻ എടുത്തു കൊണ്ടുപോകാൻ ചേച്ചിനെ. അവൾ വണ്ടി വിളിച്ച് കൊണ്ടുവന്ന് ഈ ക്ലാസ് കേൾപ്പിച്ചു. ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ അസുഖം മാറണം എന്നല്ല, എനിക്ക് മരിക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അല്ലാണ്ട് എനിക്ക് ജീവിക്കണം, എൻ്റെ അസുഖം മാറില്ല എന്ന് ഗ്യാരണ്ടി തന്നിട്ടുള്ളതാണ് 5-10 ഡോക്ടർമാർ ഗ്യാരണ്ടി തന്നിട്ടുള്ള. അപ്പോൾ പിന്നെ ജീവിതം ഇല്ലല്ലോ, ഇനി ഇവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, എൻ്റെ ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ഹസ്ബൻഡിന് നമ്മളെന്തെങ്കിലും സ്ത്രീകൾ ചെയ്തു കഴിഞ്ഞാൽ, ഗുണം ചെയ്താലും ദോഷം ചെയ്താലും, ഹസ്ബൻഡ് പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലും സ്ത്രീകൾ മരിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിനെയാണ് പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ നല്ലൊരു കത്ത് എഴുതി വെച്ചു, എൻ്റെ ഹസ്ബൻഡിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്, ഇത് എൻ്റെ സ്വയം തീരുമാനത്തിലാണ് ഞാൻ അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല കത്ത് എഴുതി വെച്ചിട്ടാണ് ഞാൻ ഈ കൃതിക്ക് തുനിഞ്ഞത്. അവിടെ നിന്നും ദൈവദൂതനായി വന്ന് നമ്മുടെ ഡേവിസ് സാറ് ഈ സപ്ലിമെൻ്റ് പുറത്തിറക്കിയത് എൻ്റെ ജീവൻ രക്ഷിച്ചു, എന്നെ മരിക്കാൻ പോയത് എന്നെ ജനിപ്പിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. അവളിവിടെ കൊണ്ടുവന്ന് എന്നെ താഴ്ത്തുനിന്ന് മുകളിൽ കയറാൻ പറ്റില്ല, എനിക്ക് 3-4 ആൾ കൂടിയിട്ടാണ് മുകളിലേക്ക് പിടിച്ച് കയറ്റിയത്, സ്റ്റെപ്പ് കയറ്റി കൊണ്ടുവന്ന്. ഞാനതൊക്കെ കേട്ടിരുന്നു. അപ്പോൾ ബാത്റൂമിൽ എനിക്ക് പോകണം, അതിന് പോകാൻ പറ്റില്ല, 2 ആൾ കൂടി പിടിച്ച് താങ്ങിക്കൊണ്ട് ബാത്റൂമിൽ പോയി കൊണ്ടിരുത്തി. അപ്പോഴും എൻ്റെ മനസ്സിൽ കയറിയത് എനിക്ക് ഇത് കഴിച്ചാൽ മരിക്കാൻ പറ്റും എന്നായിരുന്നു. അത് ഞാനൊരു ഹോൺ ഷോപ്പ് എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ച് ഇതെല്ലാം കൂടി ഞാൻ ഗ്ലാസ്സിലൊഴിച്ചു. എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മനക്കരുത്തുണ്ടായിരുന്നില്ല. ആ ഗ്ലാസ്സിലൊഴിച്ചു. എനോറോൺ, ലിവ, ജേട്ടി എല്ലാം കൂടി ഗ്ലാസ്സിൽ 2, 3, 4 ഗ്ലാസ്സിലായിട്ട് നിറച്ചൊഴിച്ചു. ഇവിടെ ഗ്ലാസ് ഞാൻ കേട്ടത് 10 ml 20 ml ആണ് കഴിക്കാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്ത്, ഉറക്കഗുളിക കഴിച്ചാൽ മരിക്കാൻ പറ്റും, അപ്പം ഇത് കഴിച്ചാലും മരിക്കാൻ പറ്റും എന്നൊരു ധാരണയായിരുന്നു. അപ്പം എൻ്റെ ചേട്ടന് പ്രശ്നം വരില്ലല്ലോ എന്നൊരു ധാരണ തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എല്ലാം ഒഴിച്ചു. ടാബ്ലറ്റ്, എൻഹാള്, എൻട്രീനല്, 369 എല്ലാം. എനിക്കറിയില്ല ഇതൊക്കെ എന്തിനുള്ളതാണെന്നും അറിയില്ല, എന്ത് കഴിച്ചാലും അസുഖം മാറുമെന്ന് എനിക്കറിയില്ല. എല്ലാം കൂടി പൊട്ടിച്ച് എല്ലാ ഗുളികയും കൂടി ഒരു പേപ്പറിൽ അടക്കി വെച്ചിട്ട് എല്ലാം ഗുളികകൾ ആദ്യം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഒഴിച്ചു വെച്ച സപ്ലിമെൻറ്റുകൾ എല്ലാം ഗ്ലാസ്സിൽ നിന്ന് എടുത്തിട്ട് മൊത്തം കുടിച്ചു. ഞാൻ മരിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ, അല്ലാണ്ട് എനിക്കിത് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതല്ല. അതെല്ലാം കുടിച്ച് ഞാൻ അവിടെ കിടന്നു. എൻ്റെ നാട്ടുകാർ പറയും, ഓമനെ അവിടെ കാണാനില്ല, ഇവളെവിടെ പോയാവോ, എല്ലാവരും തമ്മിൽ പറയും. പലവരും എൻ്റെ അടുത്ത് വരും. അപ്പം ഞാൻ അവിടെ കിടക്കുന്നുണ്ടാവും, ചേച്ചി എനിക്ക് തീരെ പറ്റാണ്ട് കിടക്കുന്നത്. അപ്പോൾ അവർ പോയിട്ട് ഞാൻ അറിയില്ല, ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുതരും, കാപ്പി കൊണ്ടുവന്ന് തരും. അവർ നീ ഒന്നുകൊണ്ട് വിഷമിക്കരുത്, ഞങ്ങളൊക്കെ ഇല്ലടി, നീ വിഷമിക്കല്ലേ എന്ന് പറയാറും അവർ കൊണ്ടുവരാറും കഴിക്കാറും. പിന്നെയും എന്നെ കാണാതായപ്പോൾ ഇവർ കാണാനില്ല, പോയിണ്ടാവും, നോക്കട്ടെ. വരുമ്പോൾ ഞാൻ വാതിൽ പൊട്ടിക്കെടുക്കണതാണ് കാണുന്നത്. ഉള്ളിൽ കിടന്ന് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം